Judges, please note, code letter A on the stage. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഏറെ ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന വിധികർത്താക്കൾ, അതേപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന വെള്ളവസ്ത്രധാരികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഹുക്കും എന്ന പേരിൽ അറിയപ്പെടുന്ന ടാലൻസ് മീറ്റിലാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയത് പോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ നമ്മേവരും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എനിക്കിവിടെ നൽകപ്പെട്ട വിഷയം വർദ്ധിക്കുന്ന അസഹിഷ്ണുതയും ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞു നിർത്താൻ നാഥനായ അള്ളാഹു തുണക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മതത്തിന്റെയും ജാതിയുടെയും പേരിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ മറ്റേതൊരു രാജ്യത്തെക്കാളും വൈവിധ്യത്തിന്റെയും ഐക്യത്തിന്റെയും ഉദാഹരണമായി വളർന്നു വന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നിരവധി സംസ്കൃതികളെയും മതങ്ങളെയും ഉൾക്കൊണ്ട് വളർന്നു വന്ന ഒരു ദേശമാണ് ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. സംസ്കൃതിയോടും സമാധാനത്തോടു കൂടും ഹിന്ദുക്കളും മുസ്ലിമുകളും സഹജീവിച്ച് വളർന്നു വന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം. ഇതേ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമുകളും വളരെ ഏറെ വേദനയോട് കൂടി സ്മരിക്കുകയുണ്ടായി. 1992 ഡിസംബർ 6 ബാബറിയുടെ താഴിക കുടകങ്ങള് തകർത്തു തരിപ്പണമാക്കി താഴെ ഇട്ടത്. ഡിസംബർ 6 സായന്തനത്തിൽ അയോധ്യയുടെ ധൂളികളുണ്ടല്ലോ, ആ ധൂളികൾ കേവലം 400 വർഷത്തിലേറെ പഴക്കമുള്ള ധൂളികൾ മാത്രമല്ല, ഈ രാജ്യം കാത്തു സൂക്ഷിച്ച സഹസ്രാബ്ദങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും ഏറ്റവും വലിയ ആഘാതമായിരുന്നു അത്. അന്ന് ബാബരി മസ്ജിദിനെ പൊളിച്ചതിന് ശേഷം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നേ വരെ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് പല പള്ളികളെയും പല മക്കാമുകളെയും പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വന്നുകൊണ്ട് നമ്മുടെ അജ്മീർ ദർഗ വരെ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ സമുദായം മുന്നോട്ട് പോയാൽ മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷത്തിന്റെ ഭാവി എന്താകുമെന്ന് പറയാൻ പറ്റുകയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചരിത്രകാരനുണ്ടായിരുന്നു രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് പറയുന്നു, ഈ ഇന്ത്യയിൽ ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നൽകുന്ന കാലത്തോളം, ശരിയായ രീതിയിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഇന്ത്യയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2019 മറ്റൊരു പ്രശ്നം വരികയാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ് ഈ ഇന്ത്യയെ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്നുകൊണ്ട് NRC നടപ്പിൽ കൊണ്ടുവരികയാണ്. എന്താണ് NRC? ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഇന്ത്യയെ വിട്ട് നിങ്ങൾ പിരിയണം, ഈ ഇന്ത്യ നിങ്ങളുടേതല്ല, നിങ്ങളുടെ രാജ്യമായ മുസ്ലിമീങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾ പോകണം, ഇവിടെ ഹിന്ദുക്കളാണ് എന്ന് നിങ്ങൾ ഈ ഇന്ത്യയെ വിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെ ഒരു വലിയ സൈന്യം തന്നെ, ഒരു വലിയ കൂട്ടായ്മ തന്നെ പ്രതിഷേധത്തിന് തയ്യാറായി. അങ്ങനെ പല സ്ഥലത്തും പ്രതിഷേധം നടക്കുകയുണ്ടായി. അങ്ങനെ പ്രതിഷേധങ്ങൾ നടന്ന് ആ പ്രതിഷേധത്തെ കണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും മുസ്ലിമീങ്ങളുടെ ഒരു രോമത്തെ പോലും തൊടാൻ സാധിച്ചില്ല. അങ്ങനെ NRCയുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വലിയ പ്രശ്നം ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കോടാനകോടി ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ അവകാശമായ മുസ്ലിമീങ്ങളുടെ ഹക്കായ വഖഫ് ബോർഡിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വഖഫ് ബോർഡിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ചിന്തിക്കണം, ആ വഖഫ് ബോർഡ് നിഷേധിക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും എല്ലാ ഹക്കിനെയും എല്ലാ സ്ഥാനത്തെയും മുസ്ലിമീങ്ങളെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്.
1947 മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്തോറും മുസ്ലിമുകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങളും മുസ്ലിംക്കെതിരെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമുകൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ മുസ്ലിമുകൾക്കെതിരെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നാലും മുസ്ലിമുകളുടെ വഖഫിനെ നിഷേധിച്ചാലും ഞങ്ങൾ അതിനെ പ്രതിഷേധത്തോടു കൂടി തടയണം. ഞങ്ങൾ പ്രതിഷേധം നടത്തണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യ കിസി കാ നഹീ ഹൈ, ഈ ഹമാരാ ഹിന്ദുസ്ഥാൻ ഹൈ. ഈ ഇന്ത്യ ആരുടെയും അവകാശമല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. കാരണം ഇത് ഞങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യമാണ്. നിങ്ങൾ എത്ര പ്രതിഷേധം നടത്തിയ, നിങ്ങൾ ഏതൊരു പ്രശ്നം കൊണ്ടുവന്നാലും, നിങ്ങൾ ഏതൊരു നിരക്ക് ഞങ്ങൾ മുസ്ലിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചാലും പുറത്താക്കാൻ ശ്രമിച്ചാലും പേടിച്ച് പിന്തിരിഞ്ഞു പോകുന്ന ഒരു മുസ്ലിം കൂട്ടമല്ല. തലയെ ഉയർത്തിക്കൊണ്ട് ഏതൊരു പ്രശ്നത്തെയും ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള മനക്കരുത്തും ധൈര്യമുള്ള ഒരു വലിയ മുസ്ലിം കൂട്ടായ്മ തന്നെ തയ്യാറായി നിൽപ്പുണ്ട്. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാരാണ്. കാരണം നാം ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന കാലം വരെ ശാന്തിയോടും സമാധാനത്തോടും സൗഹാർദ്ദത്തോടു കൂടി ഒത്തൊരുമയോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ നാഥനായ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.